നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖനായ ഒരു നടനും നിർമ്മാതാവുമാണ് ജോജു ജോർജ്. സഹനടനായും വില്ലനായും തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം കഠിനാധ്വാനം കൊണ്ടാണ് മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയത്. 1995 പുറത്തിറങ്ങിയ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ വരവ് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാം ലൈവിൽ നടൻ നടത്തിയ ഒരു തുറന്നു പറച്ചിലാണ് ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെ PR വർക്ക് ചെയ്യുന്നു എന്നാണ് ജോജുവിന്റെ ആരോപണം. എന്നാൽ താരദമ്പതികൾ ആരാണ് എന്ന് ജോജു ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടുമില്ല. മാത്രമല്ല, മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും തനിക്കെതിരെ പെയ്ഡ് PR വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നും ജോജു ആരോപിക്കുന്നുമുണ്ട്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു നായകനായി എത്തിയ വരവ് ജൂലൈ 16-നാണ് റിലീസ് ചെയ്തത്. വരവ് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടക്കുന്നുവെന്നും ഇത് ശരിയായ രീതിയല്ലെന്നും താരം തുറന്നടിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വ്ലോഗറും നടൻ മിഥുൻ രമേശിന്റെ ഭാര്യയുമായ ലക്ഷ്മി മേനോന്റെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ജോജു ലക്ഷ്യം വെക്കുന്ന താരദമ്പതികൾ ആരാണ് എന്ന സൂചന നൽകുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത്. ഇതാ പെൺകൊന്തനായ ഭർത്താവിന്റെയും അവളുടെയും സ്ഥിരം കലാപരിപാടിയല്ലേ, നമ്മൾ ഇതിലും മുകളിലാണ് ചേട്ടാ. ഇതായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു സ്റ്റോറി. ഈ ഒരു ഒറ്റ വാചകം കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ജോജു ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം. മലയാള സിനിമയിൽ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഇത്തരം പെയ്ഡ് PRകളിൽ തിയേറ്ററുകളിൽ എത്തുന്ന നല്ലൊരു സിനിമകളെയും തകർക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണ് ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജോജു ജോർജ് ലൈവിൽ പേരെടുത്ത് പറയാതിരുന്ന ആ പ്രമുഖ നടനും ഭാര്യയും ആരാണെന്ന തിരച്ചിലാണ് ഇപ്പോൾ സിനിമാ ലോകവും സോഷ്യൽ മീഡിയയും ഉള്ളത്. മുൻപും സമാനമായ രീതിയിൽ മറ്റ് പല സിനിമകൾക്കെതിരെയും നെഗറ്റീവ് റിവ്യൂകളും ക്യാമ്പയിനുകളും ഇതിന് പിന്നിൽ ഈ ദമ്പതികളുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഉയരുന്ന പ്രധാന ആരോപണമാണ്. ആ ആരോപണങ്ങൾ അതിരൂക്ഷമായി ഉയരുമ്പോഴും ജോജു ലക്ഷ്യം വെച്ച താരദമ്പതികൾ ആരാണെന്ന തരത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. അതേസമയം സംവിധായകൻ ശാന്തിവിള ദിനേശ് നടൻ ജോജു ജോർജിനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നത് ശ്രദ്ധ നേടിയിരുന്ന കാര്യമാണ്. ജോജു ജോർജ് വളരെ ദേഷ്യക്കാരനാണെന്നും സിനിമാ സെറ്റിൽ അയാൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു ശാന്തിവിളയുടെ ആരോപണം. ദേഷ്യം വന്നപ്പോൾ അയാൾ 16 ഫോണുകളാണ് എറിഞ്ഞു പൊട്ടിച്ചെന്നും തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ ശാന്തിവിള ആരോപിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജോജു ജോർജ്. ഒരാൾ എന്നെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ 16 ഫോണുകൾ തല്ലിപ്പൊളിച്ചു എന്നതാണ്. 16 ഫോണുകളൊക്കെ തല്ലിപ്പൊളിക്കുവാൻ ഞാൻ ആരാണ്? 16 ഫോൺ തല്ലിപ്പൊളിക്കുവാൻ 16 ദിവസം വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ പറയുന്നതിനൊക്കെ? ഇതൊക്കെ എന്നെ വ്യക്തിഹത്യ ചെയ്യുവാൻ ലക്ഷ്യം വെക്കുന്നതാണ്. എനിക്ക് വരുന്ന നല്ല പ്രൊജക്ടുകൾ തടയുവാനുള്ള ലക്ഷ്യമാണ് ഇത്. പ്രൊഡ്യൂസേഴ്സിനെ മുടക്കുവാൻ അതിനൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ഒരു മോശം വ്യക്തിയാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതൊക്കെ. ഞാൻ ഷാജി സാറുമായി 3ാമത്തെ പടമാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രശ്നക്കാരനാണെങ്കിൽ സാർ എന്നെ വെച്ച് വീണ്ടും വീണ്ടും പടം ചെയ്യുവാൻ തയ്യാറാകുമോ? ഞാൻ മുൻപ് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെയാണ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 31 വർഷമായി അഭിനയ രംഗത്തുണ്ട്. 150 സിനിമകളോളം ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. 11 പടത്തോളം ഞാൻ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പണി പഠിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സെറ്റിൽ കൂടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു PR വർക്ക് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ വർക്ക് കണ്ടിട്ട് ജനങ്ങൾ തരുന്ന പിന്തുണയിൽ മാത്രമാണ് ഞാൻ ഇവിടെ വരെ നിൽക്കുന്നത്. ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്തോ ഒരു വിഷയം ഉണ്ടാക്കുവാനോ ഒരു ന്യൂസ് വാലി കിട്ടുവാനോ ഒന്നുമല്ല ഇത് സംസാരിക്കുന്നത്. എന്റെ ഗതി കൊണ്ടുകൊണ്ടുവാണെന്നുമാണ് ജോജു വ്യക്തമാക്കിയത്. ശാന്തവിളിയുടെ ആരോപണം ഇങ്ങനെയായിരുന്നു: വരവിൽ നായകൻ ജോജു ജോർജ് ആണല്ലോ. അഭിനയത്തെക്കാൾ എല്ലാത്തിലും തലവേദന ഉണ്ടാക്കുന്ന കലാകാരനാണത്തെ ഇപ്പോൾ ജോജു ജോർജ്. വരവിന്റെ സെറ്റിൽ മാത്രം 16 സെൽഫോണുകൾ അയാൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നതാണ് ദൃക്സാക്ഷിയായ ഒരാൾ എന്നോട് പറഞ്ഞത്. ഫോണിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്നയാൾ ദേഷ്യം വന്നാൽ, സെറ്റിൽ ദേഷ്യം വന്നാൽ എല്ലാം അയാൾ ആ ദേഷ്യം തീർക്കുന്നത് ഫോണിനോടാണത്രേ. മിക്കവാറും സിനിമക്കാരൻ ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ ആയി കൊടുത്ത ഒരു ഫോണ് വീട്ടിൽ കാണും. അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽ ഫോണൊക്കെ അടിച്ചു പൊട്ടിക്കുവാൻ തയ്യാറാകുമോ? 5 കോടി പ്രതിഫലമാണത്രേ ഇപ്പോൾ ജോജു ജോർജ് ചോദിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും വളർന്ന് സംവിധായകനും നടനും നായകനും നിർമ്മാതാവും ഒക്കെയായ ജോജു വന്ന വഴി മറക്കുന്നതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് 5 കോടി രൂപ പ്രതിഫലം ചോദിക്കുന്നത്. പിന്നെ ആവശ്യത്തിലധികം തലവേദനയും എന്നുമായിരുന്നു ശാന്തിവിളിയുടെ ആരോപണം. ജൂനിയർ ആർട്ടിസ്റ്റായി മലയാള സിനിമയിൽ എത്തിയ താരമാണ് ജോജു ജോർജ്. 1995 പുറത്തിറങ്ങിയ മഴവിൽ കൂടാരം ആണ് ആദ്യ ചിത്രം.
തുടർന്ന് 2013 വരെ ജൂനിയർ ആർട്ടിസ്റ്റായും മറ്റുമായി അദ്ദേഹം സിനിമകളിൽ ഉണ്ടായിരുന്നു. 2013 അജയ് ജോൺ സംവിധാനം ചെയ്ത ഹോട്ടൽ കാലിഫോർണിയയിൽ പോലീസ് കമ്മീഷണറായി ലഭിച്ച ആദ്യ സുപ്രധാന വേഷത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുവാനും സാധിച്ചിട്ടുണ്ട്. അതേ വർഷം ഇറങ്ങിയ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലും പ്രധാന വേഷം ലഭിച്ചതോടെ സിനിമാ മേഖലയിലെ പ്രമുഖരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചു. പിന്നീട് ക്ഷണനേരത്തിലായിരുന്നു ജോജുവിന്റെ സിനിമയിലെ വളർച്ച. സഹനടനായും സ്വഭാവ നടനായും ജോജു തിളങ്ങി. 2015 ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ചോദിക്കാതെ, ലുക്കാച്ചുപ്പി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സ്വഭാവ നടനുള്ള ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക പരാമർശം നേടിയിരുന്നു. ജോസഫ് എന്ന ചിത്രത്തിലൂടെ നായകനായി ജോജു എത്തുകയായിരുന്നു. 2018 ഇത്. ആ വർഷം ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഈ ചിത്രത്തിന് പ്രത്യേക പരാമർശവും ലഭിച്ചിരുന്നു. 2011 നായാട്ട് അടക്കം വിവിധ സിനിമകളിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ മികച്ച നടൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം സിനിമയിലെ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും വ്യാജ പ്രചരണങ്ങൾക്കിടയിലും തന്റെ കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും മാത്രം മുന്നേറുന്ന ജോജു ജോർജിന്റെ തുറന്നു പറച്ചിലുകൾ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യക്തിഹത്യകളും പെയ്ഡ് PR-കളും താഴ്ത്താൻ നോക്കുമ്പോഴും തന്റെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തും പ്രേക്ഷകരുടെ പിന്തുണയുമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് തെളിയിക്കുകയാണ് നടൻ. മലയാള സിനിമയിലെ അണിയറ കഥകളിലെ ഈ വാദങ്ങൾ ഇനിയും ഏതൊക്കെ ചർച്ചകൾക്കാണ് വഴിവെക്കുക എന്ന് ആകാംക്ഷയിലാണ് ഇപ്പോൾ സിനിമാ പ്രേമികളും സോഷ്യൽ മീഡിയയും ഉള്ളത്.